നിലമ്പൂർ നഗരസഭയുടെ ഹൃദയഭാഗത്ത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഖരമാലിന്യങ്ങളും ജൈവമാലിന്യങ്ങളും കുന്നുകൂടി കിടക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി നഗരസഭാ കൌൺസിലർ PM ബഷീർ. നഗരസഭാ ഭരണസമിതിയുടെ അനാസ്ഥ മൂലം പ്രദേശത്ത് ഗുരുതരമായ ആരോഗ്യ പരിസ്ഥിതി പ്രശ്നങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മാലിന്യമുക്ത കേരളം ലക്ഷ്യമിട്ട വിവിധ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ നിലമ്പൂർ നഗരസഭാ ഭരണസമിതി മാലിന്യ നിർമ്മാർജ്ജനത്തിൽ പൂർണ്ണ പരാജയമാണെന്ന് PM ബഷീർ ആരോപിച്ചു. കഴിഞ്ഞ 8 മാസമായി അധികാരത്തിലുള്ള ഭരണസമിതി മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദുർഗന്ധം വമിക്കുന്ന മാലിന്യക്കൂമ്പാരങ്ങൾ പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നമുക്കറിയാം, സംസ്ഥാന ഗവൺമെന്റും തദ്ദേശഭരണ സ്ഥാപനങ്ങളെല്ലാം മാലിന്യവിമുക്ത പരിപാടികൾക്ക് വേണ്ടി വലിയ പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് കഴിഞ്ഞ 8 മാസത്തോളമായി അധികാരം ഏറ്റെടുക്കുന്ന ഈ നഗരസഭാ ഭരണസമിതി ഈ രംഗത്ത് ഒരു മുന്നോട്ട് പോയില്ല എന്ന് മാത്രമല്ല, ഈ പ്രദേശത്താകെ ആരോഗ്യരംഗത്ത് വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തക്ക രീതിയിൽ ഏറ്റവും ദുർഗന്ധമായ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ജൈവമാലിന്യങ്ങളും ഉൾപ്പെടെ ഇവിടെ നിക്ഷേപിച്ചിട്ടുള്ളത്. വിഷയത്തിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പും കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡും അടിയന്തരമായി ഇടപെട്ട് മാലിന്യം നീക്കം ചെയ്യാനും ദീർഘകാല പരിഹാരം ഉറപ്പാക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രശ്നത്തിന് പരിഹാരം കാണുന്നതുവരെ ജനങ്ങളോടൊപ്പം ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും നഗരത്തെ മാലിന്യമുക്തമാക്കാൻ ആവശ്യമായ എല്ലാ ജനകീയ ഇടപെടലുകൾക്കും നേതൃത്വം നൽകുമെന്നും കൌൺസിലർ PM ബഷീർ വ്യക്തമാക്കി. കേരള വിഷൻ, നിലമ്പൂർ.